ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് ഒനിയൻ മസാലയാണിത്. ബീഫും തീരെ സ്പൈസി അല്ലാത്ത സവാളയും തക്കാളിയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു മസാലയും കൂടെ മിക്സ് ചെയ്തതാണ് ഇത്. ഈസിയായി തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ ഡ്രൈ ആയിട്ടുള്ള സൈഡ് ഡിഷ് വേണ്ടവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബീഫാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആ ബീഫിനെ ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. വേറെ ഒരു മസാലയും ചേർത്തിട്ടില്ല. വേവിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ബീഫാണിത്. ഇതിന് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ആ ബീഫിൽ നിന്ന് 1.5 മുതൽ 2 കപ്പ് വരെ ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചാണ് ഞാൻ വളരെ ഈസി ആയിട്ട് ഈ ബീഫ് ഇൻ ഒനിയൻ മസാല തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി ഞാൻ ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വേറെ ഓയിലൊന്നും ചേർത്താൽ ഇതിന്റെ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലോട്ട് ഞാൻ ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ 3 ഏലക്ക, 3 ഗ്രാമ്പു, 1/2 ഇഞ്ച് നീളമുള്ള പട്ടയുടെ പീസ് ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഗരം മസാല പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. പക്ഷെ ഗരം മസാലയുടെ ഒരുപാട് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകിനെ ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നല്ലൊരു ഫ്ലേവർ വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള എല്ലാം നല്ല സോഫ്റ്റ് ആയി വരണം. നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സവാള പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വലിയൊരു തക്കാളി ചേർക്കുന്നുണ്ട്. ഈ തക്കാളിയെയും ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നന്നായി കുക്കായി വരണം. ഇതിലോട്ട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തക്കാളിയും സവാളയും എല്ലാം നന്നായി വഴന്നു വരണം. ഇത് വഴന്നു വന്ന ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ബീഫ് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ബീഫും സവാളയും എല്ലാം ഒരേ അളവിൽ തന്നെ നിൽക്കണം. അല്ലാതെ കൂടുതൽ ബീഫും കുറച്ച് സവാളയും പാടില്ല. നന്നായി വഴറ്റിയെടുക്കാം. ഈ ബീഫും സവാളയെല്ലാം നന്നായി മിക്സ് ആയി വരണം. അത്രമാത്രം മതി. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലെല്ലാം ചേർക്കാം. പക്ഷെ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബീഫ് ഇൻ ഒനിയൻ മസാല തയ്യാറായിട്ടുണ്ട്. ഒരു പെപ്പർ ഫ്ലേവറോട് കൂടിയ ഒരു മസാലയാണിത്. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ എല്ലാം നല്ലൊരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.